തിരുവനന്തപുരം രാജാജി നഗറിലെ ഹരിതകർമ്മ സേനാംഗം ധനുജ കുമാരിയുടെ പുസ്തകം കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിലെ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമായി. രാജാജി നഗറിൽ ജനിച്ചു വളർന്നതിന്റെ കരുത്തുള്ള ജീവിതാനുഭവങ്ങളാണ് ധനുജയുടെ പുസ്തകം പങ്കുവയ്ക്കുന്നത്. ചെങ്കൽച്ചൂളയായിരുന്നു പഴയ പേര്. അതുമാറി രാജാജി നഗറായിട്ടും ഈ മനുഷ്യരെ നിഴലത്തു നിർത്തുന്ന ചിലരുണ്ട്. ആമയിഴഞ്ചാൻ തോടിന്റെ അഴുക്കുചാലിന് സമീപം ജീവിതം തുന്നിക്കൂട്ടിയവർ. അവരുടെ കഥയാണ് ധനുജകുമാരിയുടെ ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം കഥയല്ല. ഞാൻ അനുഭവിക്കുന്ന അതേ വിഷയം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ട്. ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ഏറിയാൽ 7ാം ക്ലാസ് വരെ, ഒരു 90 വരെ അങ്ങനെയുണ്ട്. ചുരുക്കം പേര് മാത്രമേ SSLC കഴിഞ്ഞ് പോയിട്ടുള്ളൂ. കാരണം നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങളുടെ തമ്പാനൂർ UPSലാണ് 7ാം ക്ലാസ് വരെ. ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തുകാർ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു അപകർഷബോധമോ ഒറ്റപ്പെടലോ ഉണ്ടായിട്ടില്ല. കാരണം കൂടുതൽ അങ്ങ് ഞങ്ങളാണല്ലോ. അവിടെ ഞങ്ങൾ 8ാം ക്ലാസ് തൊട്ട് വേറെ വേറെ സ്കൂളിൽ പോകുമ്പോഴാണ് ഞങ്ങളത് അനുഭവിക്കുന്നത്. വേറൊരു കൊച്ചി എന്നെ 10 അടി അടിച്ചിരുന്നാലും എനിക്കതിന് 1 അടി തിരിച്ചടിക്കാൻ പാടില്ല. ഞാൻ ആ 1 അടി കൊടുത്താൽ ആ കുട്ടി നേരെ ആ ടീച്ചറിൻ്റെ അടുത്തല്ലോ. അപ്പോൾ ആ ടീച്ചർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തിനത് ചെയ്തു? നിങ്ങൾ രണ്ടുപേരും ചെയ്തില്ല എന്ന് പറയില്ല. ഇത് കോളനിയിലെ കുട്ടിയാണ്, ഈ കുട്ടികളോട് നിങ്ങൾ സഹകരിക്കരുത്, ആദ്യം വരുന്ന വാക്കാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു കുട്ടിയുടെ ഒരു മനസ്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളിലെ ബിരുദ വിദ്യാർത്ഥികൾ ധനുജകുമാരിയുടെ പുസ്തകം ഇപ്പോൾ പഠിക്കുന്നുണ്ട്. മകൻ നിതീഷ് കലാമണ്ഡലത്തിൽ ചെണ്ട പഠിക്കാൻ പോയതിന്റെ ദുരനുഭവവും പുസ്തകം പറയുന്നുണ്ട്. മോൻ ഇവിടുന്ന് കലാമണ്ഡലത്തിൽ പോകുമ്പോൾ തന്നെ ഞങ്ങളൊരു ഒരു വല്ലാത്തൊരു ആഘോഷത്തിലൂടെ കടന്നു വിട്ടത്, അവനെ കൊണ്ടാക്കിയത്. പക്ഷെ അവിടെ ചെന്ന ശേഷമാണ് ജീവിതം തന്നെ അങ്ങ് മാറി. അപ്പം മോനെ ഫസ്റ്റ് ദിവസം തന്നെ അവർ പറയുക, ഇത്രയും പേര് ജാതി പറഞ്ഞിട്ട് മോൻ്റെ അടുത്ത് പറയാം, ഇന്ന ജാതിക്കാരെ ഇവൻ്റെ ഇടയ്ക്ക് നീ ഇരുന്ന് പഠിക്കാൻ യോഗ്യനല്ല. അപ്പോഴാണ് അവൻ അറിയുന്നത് അവൻ ഇന്ന ജാതിയാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, അമ്മ നമ്മൾ എന്തോന്ന് ജാതി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ചിന്തയിൽ മനസ്സിൽ പച്ചയ്ക്ക് നമുക്ക് പറയാമെങ്കിൽ അവൻ്റെ ചിന്ത ചെങ്കച്ചുള്ള എല്ലാവരും പറയരാണ്, ഞങ്ങൾ പറയരാണ്, അത് അവനറിയാം, പറ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ വിചാരിക്കുന്ന ഇവിടെ എല്ലാവരും പറയാം. അപ്പോൾ അവനെ ചോദിച്ചാൽ അവൻ പറഞ്ഞു, ഞാൻ പറയനാണെന്നുള്ള ജാതി പറഞ്ഞു. അവൻ പറഞ്ഞു, അപ്പോൾ അമ്മ ഞാൻ പറയനായിരുന്നു, നമുക്ക് മറ്റുള്ളവരുടെ കിടക്കാൻ പാടില്ല. അവൻ എന്നോട് ചോദിക്കുകയാണ്, ഏത് വർഷത്തിലാണ് ചോദിക്കുക? 2006. 2006 എന്ന് പറയുമ്പം 1947 അല്ല. അവനവിടെ നിന്ന് മാനസികമായിട്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. അവനവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അന്നത്തെ നമ്മുടെ ഇവിടുത്തെ സ്പീക്കറായിരുന്ന നമ്മുടെ ചേലക്കര രാധാകൃഷ്ണ സഖാവ് നേരിട്ട് ഇടപെട്ട് കുഞ്ഞിനെ വീണ്ടും അവിടെ കൊണ്ടാക്കിയ സമയത്ത് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പഠിക്കാൻ. അപ്പോൾ ഒരു മലയാള മാസം 1-ാം തീയതി, നമുക്ക് ഇവിടുത്തെ സിറ്റി ജനിക്കാൻ നമുക്ക് മലയാളവും മാസമൊന്നും നമുക്കറിയില്ലല്ലോ. 1-ാം തീയതി രാവിലെ അവർക്ക് 5 മണിക്കാണ് ക്ലാസ്. രാവിലെ 5 മണിക്ക് കുട്ടി എഴുന്നേറ്റ് അവിടെ ചെന്ന് ക്ലാസ്സിന് നിന്ന് അല്പം ലേറ്റ് ആയതുമ്പോൾ ആദ്യം ചെവിട്ടിലെ കൊച്ചിനെ അടിക്കുക. ആദ്യം അടിച്ച് കൊച്ച് കരയാണ്. കരഞ്ഞിട്ട് വിളിച്ച്, അമ്മ ഇങ്ങനെയാണ് കാര്യം, നിനക്കിവിടെ പഠിക്കാൻ പറ്റില്ല, നീ പൊയ്ക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെയെങ്കിലും നിന്ന് പഠിക്കും, നിൻ്റെ പപ്പയുടെ ഒരു ആഗ്രഹമാണ് കലാമണ്ഡലം നിതീഷ് എന്നറിയപ്പെടുന്നതിന്. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു കോളനിയുടെ ഒരു ആഗ്രഹം നമുക്കത് വേണം. നമ്മുടെ ചെങ്കച്ചുള്ള കോളനിക്കകത്ത് അങ്ങനത്തെ ഒരു പക്ഷെ അവൻ വീണ്ടും മോഡൽ സ്കൂളിൽ വന്നപ്പോൾ ചെന്ന് വിട്ട നല്ലൊരു അധ്യാപകൻ്റെ കയ്യിലാണ്. പാർവതിപുരം പത്മനാഭൻ നായർ എന്ന് പറയും. അയാൾ ജാതി മതിൽ മോഡൽ സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളെ പോലെ. കാരണം ഇതിനകത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. അങ്ങനെ ആ കുട്ടികളെല്ലാം കൂടെ ചേർത്ത് മോൻ 7 വർഷം തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓർക്കസ്ട്ര, ചെണ്ടമേളം, ചെണ്ടതായമ്പ ഇതെല്ലാം പങ്കെടുത്തു. സംസ്ഥാന കലോത്സവം ലാസ്റ്റ് അവൻ പങ്കെടുക്കുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരും പോയി അവൻ A ഗ്രേഡ് നേടി തന്നെ വന്നു. +2 കഴിഞ്ഞു. അവൻ +2 പാസ്സായി AR റഹ്മാൻ്റെ കോളേജിൽ പോയി, തമിഴ്നാട് പോയി. റഹ്മാൻ്റെ കോളേജ് മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോൾ പഠിച്ചു, മ്യൂസിക് ഡയറക്ടറായിട്ട് പഠിച്ചു. അവൻ പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ഫോക്ക് ബാൻഡ് ചെയ്യുന്നു. അവൻ്റെ കീഴിൽ കുറേ കലാകാരന്മാരുണ്ട്. TN സീമ ടീച്ചറാണ് മുഴുവൻ ചിലവും ഏറ്റെടുത്ത് എൻ്റെ മകനെ പഠിപ്പിച്ചത്. ഒരിക്കലും ഞങ്ങൾക്ക് ടീച്ചറെ മറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകൻ എപ്പോഴും അവന് എന്നെക്കാളും ഏറെക്കുറെ അവൻ്റെ അമ്മ എന്ന് പറയുന്നത് സീമ ടീച്ചർ തന്നെയാണ്. കൈരളി ന്യൂസ് എഡിറ്റർ ബിജു മുത്തത്തി എഴുതിയ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ ചെങ്കൽച്ചൂളയുടെ ആത്മകഥ എന്ന അധ്യായവും ധനുജയുടെ ജീവിതകഥയാണ്. വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുകയാണ് ധനുജയുടെ ജോലി. മാലിന്യം അടിഞ്ഞ മനസ്സുകളെ അക്ഷരങ്ങളാലും ധനുജ ശുദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഞാൻ പറയാം, എനിക്കൊരിക്കലും നിങ്ങളെക്കാൾ ഓരോരുത്തരും ആഗ്രഹം. പക്ഷെ നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഞാൻ ഇങ്ങനെ കാണും. എനിക്കിങ്ങനെ നിൽക്കേണ്ട, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ ഒപ്പം ഞാൻ ഇങ്ങനെ തന്നെ കാണും. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.